ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസേജസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഹൗ ടു സ്റ്റേ അവേ ഫ്രം ബാഡ് പീപ്പിൾ. മോശം ആളുകളിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കാം. നെക്സ്റ്റ്, അവൻ ദേഷ്യപ്പെടുമെന്നാ തോന്നുന്നേ. ഹി വിൽ ഗെറ്റ് ആംഗ്രി ഐ ഗെസ്. എനിക്കും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഹാവ് ദ സെയിം പ്രോബ്ലം. നമുക്ക് പണ്ട് ഉണ്ടാവാറുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. യൂസ്ഡ് ടു ഹാവ്. നെക്സ്റ്റ്, ഹാവ് യു എവർ കം അക്രോസ് എനി ബാഡ് സിറ്റുവേഷൻ ആസ് വെൽ. നിങ്ങൾ എപ്പോഴെങ്കിലും മോശമായ സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടോ ഇതുപോലെ? നീ എനിക്കും വളരെ നല്ലവനാണ്. യു ആർ വെരി ഗുഡ് ടു മീ ടു. അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല. ഇറ്റ്സ് നോട്ട് പ്രീ പ്ലാൻഡ്. ആസൂത്രണം മീൻസ് തീരുമാനിച്ചതല്ല. എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു ടു ബ്രഷ് അപ്പ് മൈ ഇംഗ്ലീഷ്? അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ ഹാവ് മൈ ടീ ഇൻ പീസ്. ഞാനൊന്ന് സ്വസ്ഥതയോടെ ചായ കുടിച്ചോട്ടെ എന്നാണ് കേട്ടോ ഈ ഒരു യൂസേജിൻ്റെ അർത്ഥം. ഞാൻ സമാധാനത്തോടെ ചായ കുടിക്കട്ടെ എന്നാണ് ഇവിടെ എഴുതിയത്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് യു ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വന്നാലോ? വാട്ട് ഇഫ് യു ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം ബ്യൂട്ടിഫുൾ ഇൻ മൈ ഓൺ ഐ. എൻ്റെ കണ്ണിൽ ഞാൻ സുന്ദരിയാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ടു ദ ടച്ച്. ഇത് തൊട്ടപ്പോൾ ഭയങ്കര ചൂടാണ് എന്നതാട്ടോ അർത്ഥം വരുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ലേൺ. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ യൂസേജസ് ഒക്കെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.